ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ അതോടൊപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ കറന്റ് എനർജി, കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്കൊരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ മുഴുവനായി കാണുവാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളും അവരുമായി സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ്, നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, സന്തോഷകരമായി നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, അങ്ങനെ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക. ആ ഒരു പേഴ്സന്റെ പേര് മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരുടെ മുഖം മനസ്സിലേക്ക് ഓർത്തുകൊണ്ടിരിക്കുക. ഓക്കെ, പോസിറ്റീവായി മാത്രം തിങ്ക് ചെയ്യുക. അതുപോലെ നിങ്ങളൊന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക, ഡീപ്പായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമുക്കിവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് വേദന സഹിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂഷ്യൽ സ്റ്റേജിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനെല്ലാം ഒരു മാറ്റം വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിന്. അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് അറ്റപ്പറ്റി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ബ്രേക്കപ്പിലേക്ക് മുഴുവനായി എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു റീബർത്തിലേക്ക് പോകാനുള്ള തുടക്കമായിട്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വേദനകൾക്കെല്ലാം പൂർണ്ണമായും ഒരു അവസാനം വന്നിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിന്റെ കാര്യത്തില് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ചില വ്യക്തികൾക്കെങ്കിലും അവരുടെ ലൈഫില് ഒരു ചീറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കൊരു ചീറ്റിംഗ് നടന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ആ ഒരു വ്യക്തികളെ സ്നേഹിച്ചിട്ട് ആ ഒരു പേഴ്സൺ അവരുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ പെട്ടെന്ന് ഒഴിവാക്കി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയൊരു എനർജിയും നമുക്കിവിടെ സെയിം തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ചീറ്റ് ചെയ്ത് പോയതിന്റെ ഭയങ്കരമായ ഒരു പെയിനിലൂടെ നിങ്ങൾ പോയത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇനി വേദനകളൊന്നും സഹിക്കാൻ വയ്യ, ഇതിലൊരു മാറ്റം മുഴുവനായി വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിലും, നിങ്ങൾ അതികഠിനമായ ഒരു വേദനയിലൂടെ പോയവരാണെങ്കിലും, നിങ്ങൾക്ക് അതിനൊരു മാറ്റം, പൂർണ്ണമായും ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വീണ് കിടക്കുകയാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പൂർണ്ണമായും ആ ഒരു ബന്ധത്തിന്റെ ചതിയിൽപ്പെട്ട് അല്ലെങ്കിൽ അവിടെ ഒരു വലിയ വേദന സഹിച്ച് നിങ്ങൾ പൂർണ്ണമായും വീണ് കിടക്കുന്നു. നിങ്ങൾക്കൊന്നും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്.
ഇനിയും നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങളിൽ പല വ്യക്തികളും ഇപ്പോഴും പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ഇനിയും എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് വരുമോ? ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനിയും ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരുമോ? അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്കിവിടെ ഒരു ചീറ്റിംഗ് എനർജി വന്നത് കൊണ്ടിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു ബന്ധമായിട്ടാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളിൽ പല വ്യക്തികളും ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അവരുമായിട്ട് പാച്ചപ്പ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഭയങ്കരമായിട്ടൊരു സ്നേഹത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയിട്ട് വീണ്ടും അവർ നിങ്ങളെ വിളിക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഭയങ്കര സ്മൂത്ത് ആയിട്ടല്ല നിങ്ങളുടെ ബന്ധം പോകുന്നത്. ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും ആ ഒരു വ്യക്തി നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത ഇനിയും ആ ഒരു പ്രശ്നങ്ങൾ കടന്നു വരുമോ, അല്ലെങ്കിൽ വരും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇനി എന്ത് വന്നാലും ഞാൻ നേരിടും, അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾ ചിന്തിച്ച് കൂട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനിയും അത് റിപ്പീറ്റ് ചെയ്ത് വരുമോ, പൂർണ്ണമായിട്ടും ആ ഒരു സിറ്റുവേഷൻ മാഞ്ഞു പോയിട്ടുണ്ടോ, അങ്ങനെ നിങ്ങളൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഭയങ്കര പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. യെസ്, മൂൺ കാർഡ് സെയിം തന്നെ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികളിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണുന്ന ഓൾമോസ്റ്റ് ആൾക്കാരിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വല്ലാത്ത ഭയം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് രണ്ട് കാർഡും ഒരുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ഭയം. നിങ്ങൾക്ക് രാത്രിയും പകലും എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ചിന്തയാണ്. വീണ്ടും ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ചീറ്റിംഗ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇനിയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമോ? വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു ദുരന്തം കടന്നു വരുമോ? അങ്ങനെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് വളരെ പേടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. വളരെയധികം ഭയം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് ആഴ്ന്നിറങ്ങി അതിലേക്കൊരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നത് കൊണ്ടിട്ട്. പക്ഷെ നിങ്ങൾക്ക് അർഹമായ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ബന്ധത്തിൽ ഉടനെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ലാത്ത വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേടിക്കുന്നത് പോലെ ഈ ഒരു സിറ്റുവേഷൻ ഇനിയും കടന്നു വന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കും എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യം ഇനി വരില്ല. നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുമെന്നാണ് കാണുന്നത്. ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ജീവിതത്തിനൊരു ഘടന വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും ഇപ്പോൾ അവരുടെ ലൈഫിൽ എല്ലാം ഒന്ന് ഒരു എന്താ പറയാ, ഒരു ഫ്ലോയിലേക്ക് കൊണ്ടുവരണം, ഒരു ഘടനയിലേക്ക് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു ഘടന വേണം, എല്ലാം ഒന്ന് നേരെ ആക്കി കൊണ്ടുവരണം, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സക്സസ് വേണമെന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അവർക്ക് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അവർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു സക്സസ് ആയിട്ട്, ഒരു സന്തോഷം സമൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകണം. ഇനി ഒരു ചീറ്റിംഗ് ചെയ്യാൻ താല്പര്യമില്ല അവർക്ക്. ഇനി അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്കൊന്നും പോകാനും ഇതിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും താല്പര്യമില്ലാതെ നിൽക്കുന്നുണ്ട് അവര്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ഫിസിക്കലായിട്ടും അതുപോലെ ഫിനാൻഷ്യലി ആണെങ്കിലും അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരുടെ ഒരു എനർജി വെച്ചിട്ട് പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ അവർക്ക് എന്തൊക്കെയോ ശാരീരികമായിട്ട് ആരോഗ്യപരമായിട്ട് അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്.
അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലും അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ, കുറച്ചൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അവർ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നതുകൊണ്ടായിരിക്കും അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നതും. ഇനി നിങ്ങൾക്കൊരു ചീറ്റിങ്ങോ ഒരു കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് തരരുതെന്നും നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്നും ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവിടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു നീതി തരണമെന്ന് നിങ്ങളുടെ ഹസ്ബൻഡ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു കർമ്മ അവർ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കത് ഹെൽത്ത് വൈസ് ആണെങ്കിലും അവരുടെ ഒരു കരിയർ വൈസ് ആണെങ്കിലും അവർക്കത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ അവരൊന്ന് സ്ട്രഗിൾ ചെയ്ത് നിന്ന ഒരു ടൈം ഉണ്ടായിരുന്നു അവരുടെ ലൈഫിൽ. ഓക്കെ, അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് പോയത് അവർക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് വന്നത് കൊണ്ടിട്ടാണെന്നാണ് കാണുന്നത്. അവർക്ക് കംപ്ലീറ്റ് ആയിട്ടും അവരുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. അവരൊരു അന്ധതയിലാണ് നിന്നിരുന്നത്. അവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സത്യം എന്താണ്, കളവ് ഏതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. പക്ഷെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് അവർ എവിടേക്കാണോ പോയത് അവർക്ക് അവിടെ ഒരു ഫിനാൻഷ്യൽ ലോസും അതുപോലെ തന്നെ അവർക്ക് അവരുടെ ആരോഗ്യപരമായിട്ടും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വന്നു. അവരിൽ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കാണുന്നത്. ഓക്കെ, അവർ പോയ ഒരു സ്ഥലം എന്ന് പറയുന്നത് അവർക്ക് അവിടെ നിന്നും യാതൊരു സ്നേഹവും ലഭിക്കാത്ത ഒരു സ്ഥലത്തേക്ക് അവർ പോയിരിക്കുന്നത്. അവർ പോയ സ്ഥലത്ത് അവർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഗുണവും അവർക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു നടക്കാൻ തീരുമാനിച്ചു എന്നൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അവർക്ക് എല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അവർ പോയ സ്ഥലത്ത് അവർക്ക് അവരുടെ ആരോഗ്യമാണെങ്കിലും അവരുടെ സമ്പത്താണെങ്കിലും എല്ലാം നമുക്കിവിടെ കാണുന്നത് അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇനി അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു നടക്കുന്ന ഒരു വ്യക്തികളെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് സംഭവിച്ചിരിക്കുന്നത് അവർ പോയ സ്ഥലത്ത് നിന്ന് അവർ ആഗ്രഹിച്ചതുപോലെയോ അവർ പ്രതീക്ഷിച്ച പോലെയോ ഉള്ള ഒരു ഗുണമൊന്നും അവർക്ക് ലഭിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സക്സസിലേക്ക്, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്നും തിരിച്ച് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടാവാം മേ ബി. എന്തായാലും ഇനി അതിനൊരു സ്റ്റാർട്ടിങ് വേണം, ഒരു സക്സസ് വേണം, ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് അവര് തിരിച്ചറിവ് വന്നിട്ട് തിരിച്ചു നടക്കുന്നതായിട്ടാണ് കാണുന്നത്. മുന്നിലേക്കുള്ള അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം റിസ്ക് നിറഞ്ഞതാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അതിനെതിരെ പോരാടി വിജയിക്കാനായിട്ടാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് എല്ലാ രീതിയിലും നഷ്ടങ്ങളാണ് സംഭവിച്ചത്. നിങ്ങളെ അവർ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് പോയപ്പോൾ അവർക്ക് എല്ലാ രീതിയിലും നഷ്ടങ്ങളാണ് സംഭവിച്ചത്. മുന്നോട്ടുള്ള ലൈഫിലേക്ക് വളരെ റിസ്ക് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ അവർ അതിനെതിരെ പടപൊരുതി വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരിൽ പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് മുന്നോട്ട് ഫൈറ്റ് ചെയ്ത് ഈ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന, ഓക്കെ, അങ്ങനെ ഒരു എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവരുടെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ടാ. ത്രീ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി അവരുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുമായി ചേർന്നിട്ടുള്ള ഒരു സന്തോഷം നിറഞ്ഞതായിരിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷങ്ങളും സമൃദ്ധികളും കടന്നു വരുന്നു എന്നാണ് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വേദനിച്ച് പേടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. കാരണം അവർക്ക് കിട്ടാനുള്ളതൊക്കെ അത്യാവശ്യം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരു സന്തോഷമാണ് കടന്നു വരാൻ വേണ്ടി പോകുന്നത്.
ഇതാണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ. അവർക്കെല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവരിപ്പോ എല്ലാം തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് പൂർണ്ണമായും അവരുടെ കരിയറിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, വീണ്ടും വരുന്നു, വീട്ടിൽ വരുന്നു, വീണ്ടും പോകുന്നു, അതിലേക്ക് മാത്രം. കാരണം അവർക്ക് എല്ലാം അവരുടെ ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര ലോസ് സംഭവിച്ചിരിക്കുന്നതായിട്ട് വളരെ വ്യക്തമായി ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായും ഒരു കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. നൈറ്റ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അവരെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണ് എങ്കിലും അവർ പൂർണ്ണമായിട്ടും നിങ്ങളുടെ അടുത്തൊന്ന് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് അവരുമായിട്ട് തുറന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സമൃദ്ധി കൈവരും. അവരതിന് തയ്യാറായിട്ടുണ്ട്. ചിലപ്പോൾ ഇത്രയും നാള് നിങ്ങൾ അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. തുറന്ന് സംസാരിക്കാനും എല്ലാം നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം അവരുടെ അടുത്തുനിന്ന് ഷെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടും ഇതുവരെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അതിനുള്ളൊരു മനസ്സ് കാണിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അവരായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും എല്ലാം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞ് സംസാരിക്കാനും എല്ലാമായിട്ടാണ് അവർ വരുന്നത്. ഓക്കെ, അവർ പല കാര്യങ്ങളും ജീവിതത്തിൽ പഠിച്ചു കഴിഞ്ഞു. അവർക്ക് ഉണ്ടായ ആ ഒരു തിരിച്ചറിവിൽ നിന്നും അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് മനുഷ്യരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു സമയത്ത് അവർ ഒറ്റക്കായി പോയപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിൽ സമ്പത്തും അവരുടെ ആരോഗ്യത്തിലും എല്ലാം എഫക്റ്റ് ചെയ്തപ്പോൾ അവർ ദൈവത്തിൽ അഭയം പ്രാപിച്ചു. അവർ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വരനിൽ അവർ അഭയം പ്രാപിച്ചപ്പോൾ അവിടെ നിന്നും അവർ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി, സ്വയം മനസ്സിലാക്കി. ഓക്കെ, ഈശ്വരനായിട്ട് നമ്മുടെ മനസ്സിൽ കുറെ തിരിച്ചറിവുകൾ തരും. അപ്പൊ ഈ ഒരു പേഴ്സൺ ഭഗവാനിൽ നിന്ന് പല കാര്യങ്ങളും അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കത് മനസ്സിലായി കഴിഞ്ഞു. തെറ്റ് ശരി എല്ലാം ഈ ഒരു സമയത്ത് അവർക്കൊരു വ്യക്തത വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ പൂർണ്ണമായും അവര് ഭയങ്കര ടയേർഡാണ്. ഈ എല്ലാ കാര്യങ്ങളും കൂടെ നേരിടേണ്ടി വന്നപ്പോൾ അവർ ഭയങ്കര ടയേർഡാണ്. ഇതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അവരൊറ്റക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം, വിഷമങ്ങളും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇതെല്ലാം അവർ ഒറ്റയ്ക്ക് എല്ലാം അവർ വരുത്തി വെച്ചതാണ് എങ്കിൽ പോലും അവരതെല്ലാം ചുമന്ന് ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് ക്ഷീണിതനായിട്ട് ഇതിൽ നിന്നൊരു മാറ്റം ഉടനെ വേണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നു. കാരണം അവരിലെ മാറ്റങ്ങൾ, പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പൂർണ്ണമായും ഒരു പരിവർത്തനത്തിന് വിധേയമായിരിക്കുന്നു. അപ്പൊ അവർക്ക് ഇതിനൊരു മാറ്റം വേണമെന്ന് അവർ മനസ്സുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് സ്വയം തന്നെ ഒരു മാറ്റം വന്നിരുന്നിട്ടുണ്ട്. അവർക്കൊരു ഉൾവിളി വന്ന് അവരിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ്. മറ്റാരിലേക്കും ആ ഒരു സ്നേഹം പകുത്ത് നൽകാതെ നിങ്ങൾക്ക് അർഹമായ സ്നേഹം, ആ ഒരു കപ്പ് നിങ്ങളിലേക്ക് തന്നെ പകുത്ത് നൽകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇനി അവർ വരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു കപ്പ് ഇനി മറ്റാരിലേക്കും കൊടുക്കാൻ അവർ തയ്യാറല്ല. നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം മറ്റാരിലേക്കും പകുത്ത് നൽകാൻ അവർ തയ്യാറല്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അവരങ്ങനെ ഒരു തീരുമാനം പൂർണ്ണമായി എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത്.
നിങ്ങളിലേക്കൊരു കപ്പ്, ഞാനിവിടെ പറഞ്ഞു, നിങ്ങളിലേക്ക് തന്നെ അവർ തിരിച്ചു വന്ന് നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കം, നിങ്ങൾ അവസാനിച്ചു എന്ന് കരുതിയ ഒരു ജീവിതത്തിൽ, ഞാൻ ആദ്യമേ തന്നെ ഇവിടെ ഒരു കാർഡ് വന്നപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ വളരെയധികം പെയിൻഫുൾ ആയ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ജീവിതം തന്നെ അവസാനിച്ചു, എല്ലാം തീർന്നു എന്നൊരു സിറ്റുവേഷനിലാണ്. പക്ഷെ ഇവിടെ നിന്നും ഒരു പുതിയ ഒരു റീബർത്ത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഇവിടെ അവസാനിച്ച ഒരു ജീവിതം, നിങ്ങൾ അവസാനിച്ചു എന്ന് കരുതിയ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എല്ലാ വേദനകളും ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക്. ഇതിലൂടെ എല്ലാമാണ് നിങ്ങൾ കടന്നു പോയത്. ഇനി നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കമാണ് വരാനിരിക്കുന്നത്. അതും ജീവിതത്തിന്റെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സിന്റെ എനർജി ആണ് കേട്ടോ. 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഫാമിലി കാർഡാണ്. അതായത് ഒരു പരിവർത്തനം പൂർണ്ണമായും നടന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള ഒരു കുടുംബം. എനിക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം ആളുകളും ഒരു പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫ് ആയിരിക്കാം നിങ്ങളിൽ നിന്ന് മാറിപ്പോയത്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നാണ്. അപ്പൊ ഈ കാർഡ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിങ്ങളുടെ കുടുംബം നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ ഹസ്ബൻഡ് വൈഫ് അല്ല എങ്കിൽ പോലും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ആ ഒരു സ്നേഹവുമായി തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ ഒരു ടെൻഷൻ അടിച്ച് ഒരു പേടിച്ച് നിൽക്കുന്ന അവസ്ഥയൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജി ഒക്കെ ഇവിടെ നടന്നത് കൊണ്ട് തന്നെ. അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവർക്ക് അനുഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം പോയി ചോദിച്ച് വാങ്ങിച്ചിട്ട് അവിടെ നിന്നും എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ച് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചറിവുകളൊക്കെ അവർക്ക് വന്നിട്ടുണ്ട്, അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അവർക്ക് കാര്യങ്ങളിൽ ഒരു വ്യക്തത എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ അത് പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്ന കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് ടെൻഷനിൽ ഇരിക്കുകയായിരിക്കും. ആ ഒരു കാര്യത്തിന്മേൽ ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. യെസ് എന്നാ വന്നിരിക്കുന്നത്. നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണത്. യെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമുക്കിവിടെ കാണാം ഒരു മാലാഖ രണ്ട് കൈയിലും, ഒന്നില് ചന്ദ്രനും ഒന്നില് സൂര്യനുമാണുള്ളത്. അവര് ഒരു ബാലൻസിലേക്ക് എത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ബാലൻസിങ് കൈവന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷം കടന്നു വരാൻ പോകുന്നു. അത് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. നിങ്ങളുടെ ലൈഫിൽ ബാലൻസിങ് വന്നു എന്നാണ് ഈ ഒരു കാർഡ്, ഈ ഒരു ഏഞ്ചൽ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ബി അസർട്ടീവ്. നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ, നിങ്ങൾ എന്തിലാണോ തീരുമാനിച്ച് വിശ്വസിച്ച് ഉറച്ചു നിൽക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പേടി ഉണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്നേഹിച്ച വ്യക്തി നിങ്ങളിലേക്ക് വരണം, ഇനി അതിലേക്കൊന്നും പോവരുത്, വീണ്ടും ഒരു ചീറ്റിംഗ് താങ്ങാൻ പറ്റില്ല എന്നൊക്കെയാണല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ തീരുമാനത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിന്നോളൂ. നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തും എന്നാണ് ഈ ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാർഡ് കൂടെ നോക്കാം. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായമോ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരു വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫീലിങ്സും ഇമോഷൻസും ഒന്നും നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാതെ ഉള്ളിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വെച്ച് നിൽക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കൂ. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള രീതിയിലുള്ളൊരു ജസ്റ്റിസ് ആ ഒരു വ്യക്തികളുടെ രൂപത്തിലാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് വരുന്നതാണ്, നിങ്ങളെ സഹായിക്കാനായിട്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഓപ്പർച്യൂണിറ്റി എന്നാണ് വന്നിരിക്കുന്നത്. അവസരങ്ങൾ, നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും എല്ലാം കൈവരിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റായി രേഖപ്പെടുത്തണേ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെൽ ഐക്കണിൽ നിങ്ങൾ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.
അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.